പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും ആഗോള സുരക്ഷാക്രമത്തെയും സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ ഒരു ദിവസത്തിനാണ് ലോകം ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. മാസങ്ങളായി തുടരുന്ന രക്തരൂക്ഷിതമായ സംഘർഷങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ട് ലബനനിൽ വെടിനിർത്തൽ നിലവിൽ വന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇസ്രയേലും ലബനനും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കാൻ ധാരണയായെന്നും ഇത് സമാധാനത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണെന്നും വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം അവകാശപ്പെട്ടു. ഇതോടൊപ്പം തന്നെ ഇറാന്റെ കാര്യത്തിലും ലോകത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന പ്രസ്താവനയാണ് ട്രംപ് നടത്തിയത്. ഇറാനുമായുള്ള സമാധാന കരാർ അഥവാ പീസ് ഡീൽ തൊട്ടടുത്തെത്തി നിൽക്കുകയാണെന്നും ഏത് നിമിഷവും ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കാമെന്നും ട്രംപ് വെളിപ്പെടുത്തി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധ സാഹചര്യം അവസാനിപ്പിക്കുന്നതിനായുള്ള നയതന്ത്ര ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന ആണവ തർക്കങ്ങൾക്കും സാമ്പത്തിക ഉപരോധങ്ങൾക്കും ഇതോടെ ഒരു ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് ട്രംപ് ഭരണകൂടം വിശ്വസിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സംഘർഷ മേഖലകളിൽ ഒന്നായ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവന്നതിന്റെ ഖ്യാതി സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദങ്ങൾക്കിടയിലും വത്തിക്കാനിൽ നിന്ന് ഉയരുന്ന വിമർശനങ്ങൾ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട്. മാർപ്പാപ്പ ലിയോ 14 തന്റെ പ്രസംഗത്തിൽ പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങളെയും അതിന് നേതൃത്വം നൽകുന്നവരെയും അതീവ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യുന്നവരും സ്വന്തം അധികാരം നിലനിർത്താൻ ചോരപ്പുഴ ഒടുക്കുന്നവരും വലിയ തെറ്റാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മതത്തെയും വിശ്വാസത്തെയും യുദ്ധങ്ങൾക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന പ്രവണതയെ മാർപ്പാപ്പ ശക്തമായി അപലപിച്ചു. ഇത് ട്രംപിനെ പോലുള്ള ലോക നേതാക്കൾക്കുള്ള ഒരു പരോക്ഷ മുന്നറിയിപ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സംഭവ വികാസങ്ങളെ കുറിച്ച് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ റിഫാത്ത് ജാവേദ് ഉന്നയിക്കുന്ന നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമാണ്. ട്രംപ് അവകാശപ്പെടുന്നത് പോലെ ഇറാനല്ല, മറിച്ച് ഡൊണാൾഡ് ട്രംപും അമേരിക്കയുമാണ് ഈ യുദ്ധത്തിൽ നിന്ന് മാന്യമായ ഒരു പിന്മാറ്റം ആഗ്രഹിക്കുന്നതെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ഇറാനെതിരെ പ്രഖ്യാപിച്ച യുദ്ധവും ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും അന്താരാഷ്ട്ര പ്രതിച്ഛായയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. കൂടാതെ അമേരിക്കൻ ജനതയ്ക്കിടയിൽ യുദ്ധവിരുദ്ധ വികാരം ശക്തമാകുന്നതും ട്രംപിനെ സമ്മർദ്ദത്തിലാക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഒരു സമാധാന നായകൻ എന്ന പരിവേഷത്തോടെ യുദ്ധത്തിൽ നിന്ന് തലയൂരാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇറാൻ വഴങ്ങുന്നതിനേക്കാൾ ഉപരിയായി തന്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ ഒരു കരാർ ഉണ്ടാക്കേണ്ടത് ട്രംപിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. ഇസ്ലാമാബാദ് പോലുള്ള നഗരങ്ങളിൽ വെച്ച് കരാർ ഒപ്പിടാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുന്നത് തന്നെ ഈ വിഷയം വേഗത്തിൽ അവസാനിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ വ്യഗ്രതയാണ് കാണിക്കുന്നത്. യുദ്ധം നീണ്ടുപോകുന്നത് അമേരിക്കയുടെ സൈനിക ചെലവുകൾ വർദ്ധിപ്പിക്കുകയും ആഗോള എണ്ണ വിപണിയിൽ അസ്ഥിരത ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് പരിഹരിക്കാൻ ഇറാനുമായി ഒരു ധാരണയിലെത്തുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ട്രംപ് തിരിച്ചറിയുന്നു. ലബനനിലെ വെടിനിർത്തലും ഇറാന്റെ സമാധാന കരാറും വെറും ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമോ അല്ലെങ്കിൽ മുഖം രക്ഷിക്കാനുള്ള നീക്കമോ ആണെന്ന ആരോപണം ശക്തമാണ്. മാർപ്പാപ്പയുടെ വാക്കുകൾ അതിന് അടിവരയിടുന്നു. സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമാണെങ്കിൽ അത് വെറും വാക്കുകളിൽ ഒതുങ്ങരുത്. $17 ബില്യൺ തിരിമറി ആരോപണങ്ങളും ഗാസയിലെ ദുരിതങ്ങളും നിലനിൽക്കുമ്പോൾ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാപട്യമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. എന്നിരുന്നാലും ഒരു യുദ്ധം ഒഴിവാകുന്നത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഈ നയതന്ത്ര പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്നത് വരും ദിവസങ്ങളിലെ ചർച്ചകളിൽ നിന്ന് വ്യക്തമാകും. ട്രംപ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു സിഗ്നിഫൈഡ് എക്സിറ്റ് അദ്ദേഹത്തിന് ലഭിക്കുമോ അതോ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് അമേരിക്ക നീങ്ങുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാന്റെ നിലപാടുകളും ഈ കരാറിന്റെ ഭാവി നിശ്ചയിക്കുന്നതിൽ നിർണായകമാകും. വാഗ്ദാനങ്ങൾക്കപ്പുറം പ്രായോഗികമായ മാറ്റങ്ങൾ പശ്ചിമേഷ്യൻ മണ്ണിൽ ഉണ്ടാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. ആയുധങ്ങൾ നിശബ്ദമാകുകയും സമാധാനത്തിന്റെ ഭാഷ ഉയരുകയും ചെയ്യുന്ന ഒരു കാലത്തിനായി കാത്തിരിക്കാം. എന്നാൽ മാർപ്പാപ്പയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് മുന്നോട്ടു പോകുന്നത് ചരിത്രപരമായ വലിയ പിഴവായി മാറിയേക്കാം. കൂടുതൽ സങ്കീർണമായ രാഷ്ട്രീയ കരുനീക്കങ്ങളിലേക്ക് മിഡിൽ ഈസ്റ്റ് കടക്കുമ്പോൾ ട്രംപിന്റെ ഓരോ വാക്കും ലോകം കൃത്യമായി വിലയിരുത്തുകയാണ്. ഈ പുതിയ സമാധാന ചട്ടക്കൂട് എത്രത്തോളം സുസ്ഥിരമാണെന്ന് വരും ആഴ്ചകൾ തെളിയിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾക്കും ദുരിതങ്ങൾക്കും അറുതി വരുത്താൻ ഒരു യഥാർത്ഥ മാറ്റമാണ് വേണ്ടത്, വെറുമൊരു രാഷ്ട്രീയ പ്രഖ്യാപനമല്ല. ലോക ജനതയുടെ സമാധാനത്തിനായുള്ള ദാഹം തീർക്കാൻ ട്രംപിന്റെ ഈ നീക്കം ഉപകരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. നയതന്ത്ര തലത്തിലെ ഈ വലിയ നാടകം അതിന്റെ അവസാന അംഗത്തിലേക്ക് കടക്കുകയാണ്. ഇതിലൂടെ ഒരു പുതിയ ആഗോളക്രമം രൂപപ്പെടുമോ അതോ പഴയ തർക്കങ്ങൾ തുടരുമോ എന്നതാണ് പ്രധാന വിഷയം.
പശ്ചിമേഷ്യയുടെ ആകാശത്ത് ഇപ്പോൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കുന്നുണ്ടെങ്കിലും താഴെ നിലത്ത് സംഘർഷത്തിന്റെ കരിനിഴലുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. ആ ചാരത്തിൽ നിന്ന് ഒരു പുതിയ ശാന്തി പുലരി ഉദിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര വേദികളിൽ മാർപ്പാപ്പി ഉയർത്തിയ ധാർമ്മിക ചോദ്യങ്ങൾ ലോക നേതാക്കൾക്ക് മുൻപിൽ വലിയൊരു വെല്ലുവിളിയായി തുടരും. അധികാരം നിലനിർത്താനുള്ള നെട്ടോട്ടത്തിനിടയിൽ മാനുഷിക മൂല്യങ്ങൾ ബലി കഴിക്കപ്പെടരുതെന്ന ഓർമ്മപ്പെടുത്തലിലാണ് ഇന്നത്തെ സംഭവ വികാസങ്ങളുടെ ഏറ്റവും വലിയ സന്ദേശം. ട്രംപിന്റെ മാന്യമായ പിന്മാറ്റം യാഥാർത്ഥ്യമാകുമോ എന്ന് വരും ദിനങ്ങൾ നിശ്ചയിക്കും. അവസാനമില്ലാത്ത ഈ യുദ്ധങ്ങൾക്ക് സമാധാനപരമായ ഒരു പരിസമാപ്തി ഉണ്ടാക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം.